മലയാളികളുടെ ഇഷ്ട താരപുത്രി തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാറ്റ. ഒരു പ്രായം വരെയും കുഞ്ഞാറ്റ എവിടെയാണ്, എന്ത് ചെയ്യുന്നു എന്ന് ആർക്കും അറിയാൻ സാധിക്കുന്നില്ലായിരുന്നു. എന്നാൽ പഠിത്തമെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായതിനു ശേഷം കുഞ്ഞാറ്റ ഇങ്ങോട്ടിറങ്ങിയാലും അത് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിക്കാറുണ്ട് എന്ന് തന്നെ പറയാം. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയും ഇതുതന്നെയാണ് എന്ന് കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നു. ആരാധകർ വളരെയധികം ശ്രദ്ധിക്കുകയാണ് ഇപ്പോൾ കുഞ്ഞാറ്റയുടെ വാർത്ത. ഇപ്പോൾ കുഞ്ഞാറ്റയും ശ്രീമയും, അതായത് കൽപ്പനയുടെ മകളും കൂടി അവരുടെ വെക്കേഷൻ ആഘോഷിക്കുന്ന തിരക്കിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചാണ് ഇരുവരും എത്തിയത്. ഇതോടെ പ്രേക്ഷകർ ഇരുവരും തമ്മിലുള്ള ഈ ചിത്രം ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുവെന്ന് പറയാം. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്നൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു. അതിനുള്ള കാരണവും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നൊരു വാർത്ത ഇതുതന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ്. കുഞ്ഞാറ്റ എന്ന് പറയുന്ന കുട്ടിയെ കൂടുതലും പ്രേക്ഷകർ പണ്ട് കൂടുതൽ ചർച്ചയാക്കി മാറ്റിയത് ഉർവശിയുടെയും മനോജ് കെ ജയൻ്റെയും വേർപിരിയലിൻ്റെ സമയത്ത് തന്നെയായിരുന്നു. ആ സമയത്ത് കൂടുതലും പ്രേക്ഷകർ വളരെയധികം ചർച്ച ചെയ്തിരുന്നൊരു വിഷയവും ഇതുതന്നെയായിരുന്നു. കുഞ്ഞാറ്റയെ എങ്ങനെയാണ് സ്വന്തമായി ഏറ്റെടുക്കാൻ സാധിക്കുക എന്നത് വലിയൊരു പ്രശ്നമായി മാറിയിരുന്നു. അന്ന് ഡിവോഴ്സ് ഒപ്പിടാനായി മനോജ് കെ ജയൻ വന്ന സമയത്ത് ഉർവശി അല്പം മദ്യപിച്ചിരുന്നതാൽ തന്നെ പല പ്രശ്നങ്ങൾ കൊണ്ട് കുഞ്ഞാറ്റയെ അന്ന് അമ്മയുടെ കൂടെ വിടാൻ സാധിച്ചില്ല. പിന്നീട് മനോജ് കെ ജയൻ്റെ കൂടെയായി കുഞ്ഞാറ്റ. അതിനുശേഷം ഉർവശി മറ്റൊരു വിവാഹം കഴിച്ചു, അതിൽ കുഞ്ഞ് ജനിച്ചു. അപ്പോഴൊക്കെ തന്നെയും കുഞ്ഞാറ്റ വെക്കേഷൻ ആകുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ അമ്മയുടെ അരികിൽ പോകുമായിരുന്നു. മനോജ് കെ ജയനും ഉർവശിയും തമ്മിൽ സംസാരിക്കില്ലെങ്കിലും അവർ തമ്മിൽ വലിയ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലെങ്കിലും കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി അവർ തമ്മിൽ സംസാരിക്കുമായിരുന്നു. അല്ലെങ്കിൽ കുഞ്ഞാറ്റ അച്ഛനോടും അമ്മയോടൊപ്പം ഒരുപോലെയാണ് നിന്നിട്ടുള്ളതെന്ന് പറയാം. മനോജ് കെ ജയൻ മറ്റൊരു വിവാഹം കഴിച്ച് അതിൽ ഭാര്യയും മക്കളുമായി ജീവിക്കുമ്പോഴും കുഞ്ഞാറ്റയെ കൂടെ തന്നെയായിരുന്നു നിർത്തിയിരുന്നത്. എപ്പോഴും അച്ഛൻ്റെ പ്രിയപ്പെട്ടവൾ തന്നെയായിരുന്നു കുഞ്ഞാറ്റ. കുഞ്ഞാറ്റയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വികാരധീനനാകുമെന്ന് എപ്പോഴും മനോജ് കെ ജയൻ പറയാറുണ്ട്. അച്ഛന്മാർ പൊതുവെ അങ്ങനെയാണ്. അവരുടെ പെൺമക്കളോട്, പ്രത്യേകിച്ചും ആദ്യം ജനിക്കുന്ന പെൺമക്കളോട് കുറച്ചുകൂടി അവർ സ്നേഹത്തിലായിരിക്കും. അവർ അതുമാത്രമായി ആത്മാർത്ഥമായുള്ള ബന്ധമായിരിക്കും. അത് അങ്ങനെ തന്നെ ആയിരിക്കും അച്ഛന്മാർക്ക് എപ്പോഴും തോന്നാറുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ തോന്നുന്നതെന്നും പറയാം. പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഉർവശിയുടെ മകളായതുകൊണ്ട് മാത്രമല്ല, കുഞ്ഞാറ്റയുടെ ഭാവി സുരക്ഷിതമാണ് എന്ന് കുഞ്ഞാറ്റയ്ക്കറിയാം. കാരണം അഭിനയം എന്നത് തൻ്റെ ജെനറ്റിക്സിൽ തന്നെ ഉള്ളതുകൊണ്ട് സിനിമയിലേക്ക് തന്നെ കാലെടുത്ത് വെക്കാനാണ് കുഞ്ഞാറ്റയുടെയും തീരുമാനം. അതിനുവേണ്ടിയാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുകയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുകയും അതുപോലെ സോഷ്യൽ മീഡിയയ്ക്ക് പങ്കുവയ്ക്കാൻ പറ്റുകയും ചെയ്യുന്നത് വളരെ ഒരു ഭാഗ്യമായി തന്നെ പ്രേക്ഷകർ പറയുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.